ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് നിസാൻ മാഗ്നൈറ്റ് ആണ്. ഞാനിപ്പോൾ കറൻലി ഉള്ളത് കോട്ടയം അടിച്ചിറയിലുള്ള നിസാൻ ഷോറൂമിലാണ്. ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഞാനിന്ന് റിവ്യൂ ചെയ്യുന്നത് നിസാൻ മാഗ്നൈറ്റിൻ്റെ ടോപ്പ് എൻഡിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് ടെക്ന വേരിയൻ്റ് ആണ്. ടോപ്പ് എൻഡ് എന്ന് പറയുമ്പോൾ ടെക്ന പ്ലസ് ആണ് വരുന്നത്. ഇതിന് തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആണ് ഇത് ടെക്ന. ആവശ്യത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വേരിയൻസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, വിസിയ എന്നാണ് ബേസ് മോഡലിൻ്റെ പേര്. പിന്നെ അതിന് തൊട്ട് മുകളിൽ വിസിയ പ്ലസ്, പിന്നെ അതിന് മുകളിൽ അസെൻഡ, ദെൻ എൻ കണക്റ്റ, ദെൻ ടെക്ന ആൻഡ് ടെക്ന പ്ലസ്. ഇങ്ങനെയാണ് വേരിയൻസ് ഒക്കെ വണ്ടിക്ക് വരുന്നത്. നമുക്ക് ഈ മോഡലിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, നമ്മൾ എടുത്തിരിക്കുന്ന ഈ വേരിയൻ്റ് എന്ന് പറയുന്നത് CVT ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ ടർബോ എഞ്ചിനാണ്. നമുക്ക് 1 ലിറ്റർ ടർബോ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. എക്സ്ട്രോണിക് CVT ടെക്ന വേരിയൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ലുക്കിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ, നമുക്ക് ഈ വേരിയൻറ്റിൽ തന്നെ നമുക്ക് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ. പിന്നെ നമുക്കൊരു LED ഫോഗ് ലാംപ്സ് കിട്ടുന്നുണ്ട്. ഇത് വരുന്നത് DRL-ആണ്. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് നമുക്ക് എൻ കണക്റ്റ എന്ന് പറയും. എൻ കണക്റ്റ വേരിയൻറ്റിൽ നമുക്ക് LED ഹെഡ് ലാംപ്സ് കിട്ടുന്നില്ല. നമുക്ക് ഇവിടെ ഹെഡ് ലാംപ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ക്യൂറോ എന്ന് പറഞ്ഞൊരു ക്യൂറോ എഡീഷനും കൂടെ വരുന്നുണ്ട്. അതിന് നമുക്ക് LED ഹെഡ് ലാംപ്സ് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് LED ഹെഡ് ലാംപ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ DRL താഴെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു സിൽവർ ഫിനിഷുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം. നമുക്കിവിടെ ഒരു ക്രോം ഫിനിഷ് ഇവിടെ കാണാം. ഫ്രണ്ടിൽ തന്നെ ക്രോം ഫിനിഷ്. അതുകൂടാതെ നിസാൻ്റെ ഒരു ലോഗോ വരുന്നുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഗ്രില്ല് കാണാം, ഹ്യൂജ് ഗ്രില്ല്. താഴെ സിൽവർ ഫിനിഷുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് ലുക്കിൽ പറയാനുള്ളത്. നമുക്ക് വൈപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഒരു ബാഡ്ജിങ് സൈഡിൽ കാണാം. ഇനി നമ്മൾ ടയർ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ, ടയർ സെക്ഷൻ 195/60 R16 ആണ് ടയർ വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ 360 ഡിഗ്രി ക്യാമറ കാണാം. പിന്നെ ഇവിടെ ഒരു ക്രോമിയത്തിൻ്റെ ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട്. ക്രോമിയം തന്നെയാണ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. താഴെ നമുക്കൊരു സിൽവർ ഫിനിഷുള്ള ഒരു പോർഷൻ കാണാം. ക്രോം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടം വരെ. പിന്നെ നമുക്ക് റൂഫ് റെയിൽസ് വണ്ടിക്ക് വരുന്നുണ്ട്. ഇത്രയാണ് സൈഡ് ലുക്ക് വണ്ടിയുടെ വരുന്നത്. നമുക്ക് ബാക്ക് സെക്ഷനിലേക്ക് ഒന്ന് പോവാം. ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു LED ടെയിൽ ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടെർബോയിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. പിന്നെ ഡിഫോഗർ, ദെൻ വൈപ്പർ ആൻഡ് വാഷർ വരുന്നുണ്ട്. ഷാഫ്റ്റിൻ ടൈപ്പ് ആൻറ്റീന മുകളിൽ കാണാം. നിസാൻ്റെ ഒരു ലോഗോ ഇവിടെ വരുന്നുണ്ട്. താഴെ മാഗ്നൈറ്റിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഈ ടെയിൽ ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കമ്പനി ഇതിനെ വിളിക്കുന്നത് ഹണികോം ടൈപ്പ് ടെയിൽ ലൈറ്റ് എന്നാണ്. ഈ ടെയിൽ ലൈറ്റിനെ ഇവർ കമ്പനി വിശേഷിപ്പിക്കുന്നത്. പിന്നെ CVT ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. നമുക്ക് ബാക്കിൽ 4 സെൻസേഴ്സ് വരുന്നുണ്ട്. താഴെ സിൽവർ ഫിനിഷുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം. പിന്നെ നമുക്ക് ബൂട്ട് കപ്പാസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 336 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഇവിടെ നമുക്കൊരു പാർസൽ ട്രേ വരുന്നുണ്ട്. ബൂട്ട് ലാംപ്സ് നമുക്ക് അകത്ത് കാണാം. 60/40 സ്പ്ലിറ്റ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റെപ്പിനി ടയേഴ്സ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ഫ്യൂവൽ ഫില്ലിങ് വരുന്നത്. റിക്വസ്റ്റ് സെൻസേഴ്സ് ഇവിടെ കാണാം, ഡ്രൈവർ ഡോർ സൈഡിൽ. പിന്നെ നമുക്ക് മിറേഴ്സിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ പ്രൈസിലേക്ക് വരാം. ഈ വണ്ടി നമുക്ക് ഓൺ റോഡ് 13.93 lakhs നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും, ഇൻക്ലൂഡിങ് എവറിത്തിങ്. 13.93 lakhs വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിന് തൊട്ട് താഴെയുള്ള വേരിയൻസിനേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള 360 ഡിഗ്രി ക്യാമറ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ടർബോ എഞ്ചിനാണ്, CVT ഗിയർ ബോക്സ് ആണ്. ഈ വണ്ടിയുടെ പ്രൈസ് 13.93 lakhs. വണ്ടിക്ക് ലെങ്ത് വരുന്നത് 3994 മില്ലിമീറ്ററും വിഡ്ത്ത് വരുന്നത് 1758 മില്ലിമീറ്റർ. അതുപോലെ ഹൈറ്റ് വരുന്നത് 1572 മില്ലിമീറ്റർ ആണ്. അതുപോലെ വീൽ ബേസിലേക്ക് വരികയാണെങ്കിൽ 2500 മില്ലിമീറ്ററിൻ്റെ ഒരു വീൽ ബേസ് വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് എടുത്ത് പറയണം, 205 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 40 ലിറ്റർ വരുന്നുണ്ട്.
സോ വണ്ടിക്ക് നമുക്ക് മെയിൻലി 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് നോർമൽ 1 ലിറ്റർ എഞ്ചിനും ഒന്ന് 1 ലിറ്റർ ടർബോ എഞ്ചിനും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന 1 ലിറ്റർ ടർബോ എഞ്ചിനാണ്. അതുപോലെ 100 PS പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ 152 Nm ടോർക്കാണ് ഈ CVT എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ നമുക്ക് 160 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കൊരു ആവറേജ് ഒരു 17.9 ലിറ്ററിൻ്റെ ഒരു ആവറേജ് ഫ്യൂൽ എക്കണോമി വണ്ടി തരുന്നുണ്ട്. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് വരുന്നത്. ഇവിടെ ഒരു ഇൻസുലേഷൻ കാണാം, നോയ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. സോ ഇൻറ്റീരിയറിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡോറാണ്. ഡോറിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സോ നമുക്കിവിടെ ഒരു ലെതറിൻ്റെ ഒരു ഫിനിഷ് വരുന്നുണ്ട്, ഓറഞ്ച് ഇൻസേർട്സും വരുന്നുണ്ട് സ്റ്റിച്ചിങ്സ് ആയിട്ട്. മാഗ്നറ്റിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ഇതൊരു ഹണികോമ്പിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. താഴെ സ്പീക്കർ വരുന്നുണ്ട്. നമുക്കൊരു കുപ്പിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സിൽവർ ഫിനിഷ് ഉള്ള ഒരു ഡോർ ഓപ്പണേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കൺട്രോൾസ് ആണ് ഇവിടെ വരുന്നത്. ഫോൾഡും ചെയ്യാൻ പറ്റും. അതുപോലെ 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. സോ നമുക്ക് ഇതിലേക്ക് വരികയാണെങ്കിൽ വണ്ടിയുടെ ഇൻറ്റീരിയർ നമുക്ക് ജസ്റ്റ് നോക്കാം. വളരെ പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ്. നമുക്ക് ലെതറാണ്, എല്ലാ സൈഡിലും ലെതർ ഇൻസേർട്സ് കാണാം. സ്റ്റിയറിംഗിലാണെങ്കിൽ നമുക്ക് ലെതേഴ്സിൻ്റെ ഇൻസേർട്സ്, അതുപോലെ സ്റ്റിച്ചിങ്സ്, ഓറഞ്ച് ടൈപ്പുള്ള സ്റ്റിച്ചിങ്സ് വരുന്നുണ്ട്. നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് ഈ ഓപ്ഷനിൽ. സോ നമുക്ക് ബാക്കി ഫീച്ചേഴ്സിലേക്കൊക്കെ വരുവാണെങ്കിൽ ഡാഷ്ബോർഡിൽ നമുക്കൊരു ലെതറിൻ്റെ ഫിനിഷ് ഇവിടെ വന്നിട്ടുണ്ട്. AC വെൻസ് ഇവിടെ കാണാം. താഴെ നമുക്കൊരു 8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് 360 ഡിഗ്രി ക്യാമറയും കാര്യങ്ങളും കിട്ടും. താഴെ നമുക്കിവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. മൊബൈൽ ചാർജിങ്, അതുപോലെ USB പോർട്ട് ഇവിടെ കാണാം. സോ ഇതൊരു 1 ലിറ്റർ CVT ഗിയർ ബോക്സ് ആണ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. CVTയുടെ ഒരു ഗിയർ ബോക്സ് ഇവിടെ കാണാം. സോ നമുക്കിവിടെ ഒരു സ്റ്റിച്ചിങ്സോട് കൂടിയ ഒരു ഹാൻഡ് ബ്രേക്ക് കാണാം. ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. താഴെ നമുക്കിവിടെ നോക്കാം ആംറസ്റ്റ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ആംറസ്റ്റ് ഇപ്പോൾ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീറ്റിലും അതുപോലെ തന്നെ നമുക്ക് ഡാഷ്ബോർഡിലുള്ള ഒരു കളർ പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റിച്ചിങ്സ് ഓറഞ്ച് കളറിലുള്ള സ്റ്റിച്ചിങ്സ് കാണാം. സീറ്റും അത്യാവശ്യം നല്ല ഫാബ്രിക് സീറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് ടോപ്പ് എൻഡിലേക്ക് വരികയാണെങ്കിൽ ലെതർ സീറ്റ്സ് കിട്ടും ടെക്ന പ്ലസിൽ. ഇവിടുത്തെ പറയുകയാണെങ്കിൽ സൺ വൈസേഴ്സിലൊന്നും ഇവിടെ മിറേഴ്സ് വന്നിട്ടില്ല. ഇവിടെ നമുക്കൊരു മിറർ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു IRVM ആണ് വണ്ടിക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് കാണാം. ലൈറ്റൊക്കെ സാധാ ബൾബ് ടൈപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ SRS ബാഡ്ജിങ് നമുക്ക് ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട്. സോ വണ്ടിയുടെ കീ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് കീയിൽ തന്നെ നമുക്ക് വണ്ടി റിമോട്ട്ലി ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ലോക്ക് ആൻഡ് അൺലോക്ക്. ലൈറ്റ് അകത്തൊരു ലൈറ്റ് വരുന്നുണ്ട് വണ്ടിക്ക്. കൂൾഡായിട്ട് തന്നെ വരുന്ന ഒരു ഗ്ലൗ ബോക്സ് ആണ് വണ്ടിക്ക് വരുന്നത്. താഴെ നമുക്ക് പെഡൽസ് കാണാം. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് താഴെ നമുക്ക് ബ്രേക്കും അതുപോലെ ആക്സിലറേറ്ററും കാണാം. സോ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാവുന്ന ഒരു ഹെഡ്ലൈറ്റ്സ് വണ്ടിക്ക് വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഡിജിറ്റലി തന്നെ വരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനായിട്ട്, അതുപോലെ മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ആണ് ഇവിടെ വരുന്നത്. ഇങ്ങനെയാണ് ഹോൺ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് ക്രൂസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ബാക്ക് ഡോറും അതുപോലെ ഇവിടെ ഒരു ലെതറിൻ്റെ ഒരു ഇൻസേർട്സ്, നമുക്ക് ലെതറിൻ്റെ ഒരു പോർഷൻ ഇവിടെ കാണാം. സോ അതുപോലെ സിൽവർ ഫിനിഷുള്ള ഡോർ ഓപ്പണേഴ്സും 2 ഡ്രൈവർ സൈഡിലും അതുപോലെ ഡ്രൈവർ സൈഡിലും നമുക്ക് പൗച്ചസ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ്. സീറ്റ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ അതിന് തന്നെ കപ്പ് ഹോൾഡേഴ്സും ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. സോ 2 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് ആണ് ബാക്കിൽ വരുന്നത്. 60-40 സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് സീറ്റ് മടക്കാൻ പറ്റും. ഐസോഫിക്സ് നമുക്കിവിടെ ബാഡ്ജിങ് കാണാം. അതിൻ്റെ സീറ്റിലെ കംഫോർട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ടൈ സപ്പോർട്ട് നിങ്ങൾ കാണാൻ പറ്റുന്നോ, അത്യാവശ്യം ടൈ സപ്പോർട്ടും ഉണ്ട് വണ്ടിക്ക്. നല്ല കുഷനിങ് ഉണ്ട്. 3 പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കാൻ പറ്റും. നല്ല സ്പേസ് ഉണ്ട് വണ്ടിക്കകത്ത്. നല്ല കംഫോർട്ടായിട്ട് തന്നെ വണ്ടിക്ക് ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും.
നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. താഴെ നമുക്ക് ടൈപ്പ് സി പോർട്ട് വണ്ടിക്ക് വരുന്നുണ്ട്. ടൈപ്പ് സി പോർട്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ ഓപ്ഷനും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ എയർ ബാഗ്സിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻസിനും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 5 സ്റ്റാർ റേറ്റിംഗ് വണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഇനിയും ഇതുപോലെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരെ സീ യു, ഗുഡ് ബൈ ഗൈസ്.